ഒരു പരസ്യമില്ലേ, നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം റണ്ണൗട്ട് ആവുന്നത് എന്ത് കഷ്ടമാണെന്ന്. ജീവിതം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അതിപ്പോൾ മനസ്സിലായി വരുന്നതേ ഉള്ളൂന്നേ ഉള്ളൂ. ഞാൻ വളരെ റിസർവ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ടൊരു കോൺവെർസേഷൻ നടത്താനോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കാനോ പോയിട്ട് യാതൊരുവിധ കോൺടാക്റ്റും പബ്ലിക് പ്ലാറ്റ്ഫോംസുമായിട്ട് ഇല്ലാതെ ജീവിക്കാനായിട്ടും വളരെ പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും എനിക്കില്ല. വളരെ പണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമാണ് എനിക്കുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ഞാൻ ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഗുണം, അതായത് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു തരാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യത്തെക്കുറിച്ച്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയ ഒരസുഖം, ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാൻ അതിനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് ഒരു 4 മാസം കൊണ്ട് ഞാൻ എത്രത്തോളം റിക്കവേർഡായി, അത് മുന്നോട്ട് ഇനി എത്ര കാലം എടുക്കും ഞാൻ റിക്കവേർഡ് ആവാൻ വേണ്ടിയിട്ട്, അത് എന്തുകൊണ്ടാണ് ആ അസുഖം വന്നത്, എത്രത്തോളം അതെൻ്റെ എല്ലാ രീതികളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഓർത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫിസിക്കലി കണ്ടു കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തി. സാധാരണ അസുഖങ്ങളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അത് എൻ്റെ അസുഖത്തിന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല. അതിൻ്റെ മനോഹരമായ മെഡിക്കൽ നാമമാണ് ലൈക്കൻ പ്ലാനസ്.